ആപ്പിള് പഴയ കാലം ഓർമ്മയുണ്ടോ? അങ്ങനെ മറക്കാപ്പേണ്ട തന്നെയാണ്. ഒരു 2006 ഒക്കെ ആയപ്പോൾ നമ്മുടെ ബെസ്റ്റ് സെല്ലിംഗ് ഫോൺ എന്ന് പറഞ്ഞാൽ സാംസങ് A250 ആയിരുന്നു. സൂപ്പർ ഫോൺ 30 ബില്യൺ കോപ്പീസ് ഒക്കെയാണ് വിറ്റുപോയത്. ആ സമയത്ത് നമ്മുടെ കമ്പനീനെ കുറെ ടോപ്പ് ഇരിക്കണ സാംസങ് ഒരുപെട്ട എല്ലാ അടിയിലും സാംസങ്ങിന്റെ ഫോൺ ഉണ്ടായിരുന്നു ആ കാലത്ത്. നമ്മളാ സമയത്ത് കൂടുതലും ഐപോഡും മാക്കൊക്കെ ആയിരുന്നു വിറ്റുപോയത്. അത് തന്നെ 39.4 ബില്യൺ കോപ്പീസ് ഒക്കെയാണ് വിറ്റുപോയത്. അതായത് ആ സമയത്ത് കയറ്റം. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഓർക്കുന്നുണ്ടല്ല സാംസങ് ഗാലക്സി നോട്ട് 7 എന്നൊരു ഫോൺ ഇറങ്ങിയത്. എന്നാ പെർഫോമൻസ് ആണ്, ഒരു ബ്ലാസ്റ്റിംഗ് പെർഫോമൻസ് ഒന്നും അതായിരുന്നു. ചാർജ് ചെയ്തിട്ട് അപ്പം പൊട്ടിത്തെറിക്കും. വലിയ കാര്യമൊന്നും പറയണ്ട. ഐഫോണിൻ്റെ ആൻറ്റീന ഗേറ്റ് എന്ന് പറഞ്ഞ പ്രോബ്ലം ഉണ്ടായിരുന്നു ഐഫോൺ 4 അപ്പോൾ ഫോൺ ചരിച്ചു പിടിച്ചാൽ ഒട്ടും റേഞ്ച് കിട്ടൂല. ആപ്പിളിൻ്റെ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആയിരുന്നു ആ സമയത്ത്. അതെന്താണ്ട് ഐഫോൺ 4 ഒക്കെ ഇറക്കിയ സമയത്തായിരുന്നു. അതും വലിയ കാര്യമൊന്നും പറയണ്ട. പിന്നെ പിന്നെ നമ്മുടെ ഒരു ബെസ്റ്റ് അന്നൊക്കെ പറഞ്ഞാൽ GB ഒക്കെ ഭയങ്കര ഇത് മതിയായിരുന്നു. നമ്മുടെ സാംസങ് S9 S9 പ്ലസ് എന്ന് പറഞ്ഞ ഫോൺ പണ്ട് ഇറങ്ങിയായിരുന്നു. അതിൻ്റെ S9 ആണെങ്കിൽ 4 GB, S9 പ്ലസിനാണെങ്കിൽ 6 GB. ഇപ്പം 12 GB അതിനേക്കാളും കൂടുതലൊക്കെ വേണം. പക്ഷെ പണ്ടൊക്കെ അതൊക്കെ മതിയായിരുന്നു, രസമായിരുന്നു. നമുക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഐഫോൺ 9 ഒക്കെ ആയ സമയത്ത് 4 GB റാം മതിയായിരുന്നു. എന്നാടാ അങ്ങനത്തെ കാലമൊക്കെ തിരിച്ചു വരുന്നത്? ഞാൻ വളരെ മിസ് ചെയ്യണ്ട. അതൊക്കെ ഒരു